ഇതിനൊരു തലക്കെട്ട് ഇതിന്റെ സംഘാടകർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നികേഷ് കുമാർ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല് ഉദ്ഘാടകന് തലക്കെട്ട് ബാധകമല്ല. തലക്കെട്ടിന് അതീതമായിട്ട് നിങ്ങൾ നിശ്ചയമായിട്ടും സംസാരിക്കണം. എങ്കിലും തലക്കെട്ടിനോട് നീതി പുലർത്തി എന്നുള്ള ഒരു വ്യാജമായ തോന്നല് ഇവിടെ ഇരിക്കുന്നവർക്ക് ഉണ്ടാകണം. അപ്പൊ ഞാൻ നികേഷിനോട് പറഞ്ഞു, അതാണ് ഇന്നത്തെ മാധ്യമ ലോകം എന്ന് പറയുന്നത്. ഒരു വ്യാജമായ തോന്നൽ നമുക്ക് വേണ്ടിയാണ് ഈ മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും മാധ്യമ ലോകവും എന്നുള്ളൊരു തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാലാമത്തെ നെടുന്തൂൺ എന്ന് പറയുന്ന ഈ മാധ്യമ ലോകം ഇന്നും വിരാജിക്കുന്നത്. എന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ സഹോദരി പരിചയപ്പെടുത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു വിശേഷം എനിക്ക് തന്നു. എനിക്ക് ഭയങ്കര ചളുപ്പായിരുന്നു സത്യം പറഞ്ഞാല്. ഇന്ന് ഈ മാധ്യമ പ്രവർത്തകൻ ആൾക്കാർ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മാപ്രയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് എന്നെ അല്ലെങ്കിൽ കള്ളിയിലേക്ക് പിടിച്ചിട്ടല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ സാനു എത്ര മിനിറ്റ് നമ്മൾ സംസാരിക്കേണ്ടത്? എന്നേക്കാൾ മറ്റേ സ്നാപയോഹന്നാൻ പറഞ്ഞ പോലെ എൻ്റെ പിന്നാലെ വരുന്നവരുടെ ചെരുപ്പിന്റെ ബാറഴിക്കാൻ പോലും യോഗ്യത എനിക്കില്ല. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എൻ്റെ പിന്നാലെ ഉണ്ട്. അരമണിക്കൂർ, അപ്പൊ 25 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. മാധ്യമങ്ങളെ കുറിച്ച് പൊതുവെ നമ്മൾ സംവദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാധ്യമങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ മലപ്പുറത്തേക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പരാതി പറയുന്ന ആളാണ്. ഇത് മലപ്പുറത്തല്ലേ ഇപ്പൊ ഞാൻ നിൽക്കണത്? ആണല്ലോ. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറയുന്നത് മനസ്സിന്റെ വ്യവസായമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടോ സാഹചര്യമോ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെയൊക്കെ പൂർണ്ണമായും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന രൂപത്തിൽ മുമ്പോട്ട് പോകുന്നതല്ലേ അഭികാമ്യമെന്ന് എന്നോട് പറയുന്നവരുണ്ട്. ഇല്ലേ? ശരിയല്ലേ? എല്ലാം പറയാറില്ല, ഇടയ്ക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളെ പോലും മാധ്യമങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ എടുക്കുക. നൈമേ, നീ സൗദി അറേബ്യയിൽ മാധ്യമപ്രവർത്തകനായിട്ട് ജോലി ചെയ്തിട്ട് ഒലിപ്പ് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അതെ, അവിടെ മാധ്യമപ്രവർത്തനം ഉണ്ടായിരുന്നോ? സത്യം പറ. ഇല്ല. ഏത് ഉൽപ്പന്നം എടുക്കുക, ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമേ സ്വാധീനമുള്ളൂ. ഒരുപാട് സൗന്ദര്യവർദ്ധക പദാർത്ഥങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ചാന്ത്, കൺമണിഷി, പൊട്ട്, ക്രീം എല്ലാം ഉണ്ട്. ഇല്ലടോ സാനു, നീ എന്താ ഉപയോഗിക്കുന്നത്? ഇപ്പോഴൊന്നും ഇല്ലാന്ന്, അന്ന് ഇന്നും ഉപയോഗിച്ചിട്ടില്ലാന്ന്. അതെ. പക്ഷെ ഇവയ്ക്കൊന്നും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്.
ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ ഒന്ന് പരിശോധിക്കുക. നമ്മളൊന്നും വേണ്ട, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റോഡിന് ഇരുവശം ഒന്ന് നോക്കുക. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്ന മാറ്റം. ഇപ്പൊ കുഴിമന്തി എന്നുള്ളൊരു ബോർഡില്ലാത്ത ഒരു വഴിയും കേരളത്തിലില്ല. 25 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് അങ്ങനെ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നില്ല. നമ്മുടെ രീതികൾ മുഴുവൻ മാറി. നമ്മുടെ സംസാര ഭാഷകൾ തന്നെ മാറി, വെക്കാബുലറി മാറി. നമ്മൾ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഒരുപക്ഷെ 10-15 വർഷം മുമ്പ് നമുക്ക് അറിവുണ്ടായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇപ്പൊ ഈ നികേഷിനൊന്നും ഒരു കാരണവശാലും അവർ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവില്ല. പല രൂപത്തിൽ അവർ സംസാരിക്കുക. ഇതെല്ലാം മാറി. ഈ മാറ്റങ്ങൾക്കെല്ലാം ഉലയൂതുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞു. നെറ്റ്ഫ്ലിക്സില് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും കാർന്നു തിന്നുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ആരംഭിച്ച സമയത്ത്, അതല്ലെങ്കിൽ അതിന്റെ തുടക്കകാലത്ത് നമ്മൾ വിചാരിച്ചു ആവിഷ്കാരത്തിന്റെ വസന്തം വിരിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മളെല്ലാം വിചാരിച്ചത്. ആർക്കും എന്തും എപ്പോഴും നിർഭയമായി പറയാൻ കഴിയുന്ന ഒരു മാധ്യമ സംസ്കാരം നമുക്കിടയിലേക്ക് വന്നു എന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ തുടക്കകാലത്ത് നമ്മളൊക്കെ വിചാരിച്ചു. നെറ്റ്ഫ്ലിക്സിലുള്ള ആ സീരിയലിന്റെ അന്തസ്സത്തെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന്. എന്നാൽ ഈ ബിഗ് ടെക് കമ്പനികൾ ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു പ്രതലത്തിൽ മാത്രമേ നമുക്ക് വ്യവഹരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ കൈവെള്ളയിൽ ഒരു ഉറുമ്പ് കയറി. ഒരു ഉറുമ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജഗോപാലെ ഒന്ന് കൈവെള്ളയിലൊന്നും എടുത്തു വെക്ക്. ഉറുമ്പ് കേറിയ അപ്പൊ ഉറുമ്പ് കയറി കഴിയുമ്പോൾ നമ്മള് ഈ ഉറുമ്പിന് എങ്ങോട്ടും പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറുമ്പ് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടാ? കുറച്ചു കഴിഞ്ഞ് ഉറുമ്പ് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ആ ഉറുമ്പ് അങ്ങോട്ട് പോകണ്ടെന്ന് ആഗ്രഹമുണ്ട്. പയ്യെ ഒന്ന് കൈയൊന്ന് ഉയർത്തി കഴിയുമ്പോൾ ആ ഉറുമ്പ് അങ്ങോട്ട് പോകാതെ താഴോട്ട് വരും. നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ സംവാദം പോകേണ്ടത് എന്ന് ഈ ബിഗ് ടെക് കമ്പനി ഈ അൽഗോരിതങ്ങളിലൂടെ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉറുമ്പ് സഞ്ചരിക്കുമ്പോൾ ഈ കൈയുടെ ചലനത്തിനനുസരിച്ചുള്ള ഒരു നീക്കമല്ല, ചലനമല്ല ഉറുമ്പിൻ്റെതെങ്കിൽ ഈ ബിഗ് ടെക് കമ്പനി എന്ത് ചെയ്യും? ഇങ്ങനെ പിടിക്കും. അതോടുകൂടി ഉറുമ്പ് തീർന്നു. നമ്മുടെ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യം അവിടെ അവസാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഹൈവേയില് വാഹനങ്ങൾ പോകുന്ന പോലെയാണ്. സാമൂഹ്യ മാധ്യമ രംഗത്ത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് നികേഷ്. പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ എപ്പോഴും വരും. എനിക്കൊക്കെ ഉണ്ടായൊരു തെറ്റിദ്ധാരണയാണ്. നമ്മളെ കബളിപ്പിക്കും. നമ്മളൊരു സാധനം, ഒരു പ്രത്യേക ചായ്വുള്ള ഒരു ഉള്ളടക്കം കണ്ടു തുടങ്ങിയാൽ നമ്മളെ അത് മാത്രമേ അവൻ കാണിക്കുകയുള്ളൂ. നമ്മളെ അത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മുൻതൂക്കമുള്ള ഒരു ആശയത്തിന് സമൂഹത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിലേക്ക് വരും. നിഷ്പക്ഷമായ ഒരു ഏജൻസിയോട് നമ്മൾ ചോദിക്കുക. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മുംബൈയിലുള്ള ഒരു വലിയൊരു ഏജൻസിയോട് എങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹ്യ മാധ്യമ ചക്രവാളം, ഹൊറൈസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്കൊരു റിപ്പോർട്ട് തന്നു. അപ്പം മുംബൈയിലുള്ള ഏജൻസിക്ക് പ്രത്യേകിച്ച് ഇടതുനിന്നോ വലതുനിന്നോ ഉള്ള ഒരു വിവേചനമില്ലാതെ സത്യസന്ധമായി ആദ്യം എനിക്ക് തരാൻ അവർക്കൊരു വൈമുഖ്യം ഉണ്ടായി. ഇതെന്നെ വിഷമിപ്പിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
പല നിറത്തിലുള്ള വാഹനങ്ങൾ ഇങ്ങനെ ഓടും, പല മേക്ക് വാഹനങ്ങൾ ഓടും. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ വാഹനങ്ങളാണ് ഓടുന്നത്, നമുക്കവിടെ നിന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നവമാധ്യമങ്ങളുടെ ട്രാഫിക് വേണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട ബിഗ് ടെക് കമ്പനികൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് കേരളത്തിന്റെ നവമാധ്യമ വീതിയിൽ ഓടുന്ന വാഹനങ്ങളുടെ കണക്കെടുത്താൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ വലിയൊരു ഹൈവേ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ ഓടുന്ന ഉള്ളടക്കത്തിന്റെ വാഹനങ്ങളെ നമ്മളൊന്ന് സർവേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 18% മാത്രമേ ഇടതുപക്ഷ അനുകൂല വാഹനങ്ങളുള്ളൂ, 82% വാഹനങ്ങളും ഇടതുപക്ഷ വിരുദ്ധ വാഹനങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധമായ ഉള്ളടക്കങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ ലഭിച്ചു. ഇതാണോ വസ്തുത, സത്യം ഇതാണോ, അവർ പറഞ്ഞത് ശരിയാണോ, ഇതൊക്കെ വേറെ, അതൊക്കെ ഡിബേറ്റിംഗ് വേറെ പോയിന്റാണ്. പക്ഷെ ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ബോംബാർഡിങ് നടക്കുക, അവിടെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കിതിനെ നിഷേധിക്കാൻ കഴിയുമോ? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ സങ്കല്പങ്ങളും വാർത്താരീതികളൊക്കെ ഒരു തരത്തിലും നമുക്ക് ഗുണകരമല്ല. ഇപ്പോൾ ഇന്ത്യയുടെ മാധ്യമ സാഹചര്യത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഈ വിഷയത്തോട് ഞാൻ കാണിക്കുന്ന ഒരു അനീതിയായിരിക്കും. ഇന്ന് ഇന്ത്യയുടെ മുഖ്യധാര മാധ്യമങ്ങൾ നോക്കുക. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു. പ്രബീർ പുർക്കാസ്തയുടെ ന്യൂസ് ക്ലിക്കിനെതിരെ മോഡി സർക്കാർ സ്വീകരിച്ച നടപടി ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിവുള്ളതല്ല, ദുരാരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എന്ന് ഡൽഹി ഹൈക്കോടതി വിധി എഴുതി. കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാൻ തയ്യാറായി? എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിന് കാരണം? അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയതുകൊണ്ട് തങ്ങളുടെ സഹപ്രവർത്തകനായ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ സഹസ്ഥാപനം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാധ്യമത്തിന്റെ തലവനെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് 7 മാസം തീഹാർ ജയിലിൽ പാർപ്പിക്കുക. എന്തായിരുന്നു പ്രബീർ പുർക്കാസ്തയ്ക്കെതിരെയുള്ള ആരോപണം? അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് ലഭിച്ച നിക്ഷേപം, ആ നിക്ഷേപത്തിന് ഒരു ചൈന ബന്ധമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ആരോപിച്ചു. പണം വന്നത് അമേരിക്കയിൽ നിന്ന്, അമേരിക്കൻ ബാങ്കിൽ നിന്ന് വന്ന പണം റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ ഇന്ത്യൻ ബാങ്കിൽ വന്നു. കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ നയപരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിക്ഷേപം സ്വീകരിക്കൽ. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു, ഡൽഹി പോലീസ് പറഞ്ഞു, ഇതിനൊരു ചൈന ബന്ധമുണ്ട്, അബ്സ്ട്രാക്റ്റ് ആണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവം? കർഷക പ്രക്ഷോഭം നടക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ പ്രക്ഷോഭത്തോട് മുഖതിരിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പോയി, ഡൽഹി അതിർത്തിയിൽ പോയി രാവും പകലും റിപ്പോർട്ട് ചെയ്യാനുള്ള തന്റെ ഇടം കാണിച്ച അപൂർവം മാധ്യമങ്ങളിൽ ഒന്ന് ഈ ന്യൂസ് ക്ലിക്ക്. 2, പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ അത് കവർ ചെയ്യാനുള്ള തന്റെ ഇടം കാണിച്ച ഏക മാധ്യമം. 3, കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നിഷ്ക്രിയമായപ്പോൾ അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടി വാർത്തകൾ എഴുതിയ ഒരു മാധ്യമം. ഈ 3 കാരണങ്ങൾ കൊണ്ട് മാത്രം. ഇനി ഈ 3 കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചാർജ് ഷീറ്റിൽ ഈ 3 കാരണങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. ഈ 3 വിഷയങ്ങളെ അധികരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ജനമധ്യത്തിൽ ഒരു നീരസം സൃഷ്ടിക്കാൻ വേണ്ടി പ്രബീറും ന്യൂസ് ക്ലിക്കും ശ്രമിച്ചു എന്ന് നോക്കുക. കേന്ദ്ര സർക്കാരിന്റെ
നയസമീപനങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ അത് അറസ്റ്റ് ചെയ്യപ്പെടാൻ മാത്രം അനിവാര്യമാകുന്ന ഒരു കുറ്റമാണെന്ന് കണ്ടെത്തുന്ന ഒരു മാധ്യമ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രബീർ പുർക്കായസ്ഥ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അത് നിരവധി മാധ്യമങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ഏതാനും വർഷം മുമ്പ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി നമ്മൾ കണ്ട, അതല്ലെങ്കിൽ നികേഷും ഞാനൊക്കെ കാണുന്ന ടെലിവിഷന്റെ വസന്തകാലം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പ്രണോയ് റോയി എന്നുള്ള ആ മാധ്യമ സാരഥി നടത്തുന്ന NDTVയെ ചുറ്റിപ്പറ്റി നടന്ന ഒരു വിവാദം ഇപ്പോഴെല്ലാവരും മറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്നപ്പോൾ എന്നെ അഭിമുഖം ചെയ്തു. അപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര പേര് എനിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു. ഡൽഹി പ്രസ് ക്ലബിൽ ഏതാനും വിരലിലെണ്ണാവുന്ന മാധ്യമ പ്രവർത്തകരല്ലാതെ ആരെങ്കിലും എന്നെയും NDTVയെയും വേട്ടയാടിയപ്പോൾ മുന്നോട്ട് വന്നോ എന്ന് അദ്ദേഹം ചോദിക്കുക. എന്തായിരുന്നു NDTVക്ക് പറ്റിയ കുഴപ്പം? എല്ലാ ചാനലുകളും 2014 ശേഷം ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് നരേന്ദ്രമോദിയുടെ മുഖ്യ സന്ദേശവാഹകരായി പരിണമിച്ചപ്പോൾ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വിദൂര തലമെങ്കിലും പ്രകടിപ്പിക്കാൻ വേണ്ടി തന്റെ ഇടം പ്രണോയ് റോയിയും NDTVയും കാണിച്ചൊരൊറ്റ കാരണത്താൽ NDTVക്കെതിരെ കേസെടുക്കുന്നു. അദ്ദേഹം ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ആ വായ്പ ഒരു സബ്സിഡറിക്ക് കൈമാറിയത് നിയമപ്രകാരമല്ല എന്നുള്ള ഒരു കുറ്റം ചുമത്തുന്നു. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അദ്ദേഹത്തെ റെയ്ഡ് ചെയ്യുന്നു. 7 വർഷം ആ കേസുമായിട്ട് CBI മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ അദ്ദേഹം റിലയൻസിന് കൊടുത്ത ഓഹരികൾ, റിലയൻസ് ഒരു കമാന്നൊരു വാക്ക് പ്രണോയ് റോയിയോട് പറയാതെ അദാനിക്ക് കൈമാറുന്നു. അദാനിക്ക് കൈമാറാൻ വേണ്ടിയുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായിരുന്നു എന്ന് പകൽ പോലെ വ്യക്തം. ഹിരൺ ജോഷി എന്നുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം റിലയൻസിന്റെ കയ്യിലുണ്ടായിരുന്ന NDTVയുടെ ഓഹരികൾ ഒരു സുപ്രഭാതത്തിൽ അദാനിയുടെ കയ്യിലേക്ക് മാറും. അത് കഴിഞ്ഞ് പ്രണോയ് റോയിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സ്ഥാപനവുമായിട്ട് മുമ്പോട്ട് പോയാൽ കാരാഗ്രഹമായിരിക്കും എന്റെ വിധി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനുള്ളൊരു സൂചന അവർ കൊടുത്തു. എന്താണ്? അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറുന്ന സമയത്ത് രണ്ടുപേരും വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കുക, ഇന്ത്യയിൽ ടെലിവിഷന്റെ വസന്തകാലം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മാധ്യമ പ്രവർത്തകനെ ആയിരക്കണക്കിന് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും വിമാനത്തിൽ കയറുന്ന തടഞ്ഞുകൊണ്ട് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതോടുകൂടി അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി, ഈ പോരാട്ടത്തിൽ താൻ നേരിടുന്ന ശത്രു എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, സാമ്രാജ്യം പോലെ നിൽക്കുന്ന ഈ ഭരണകൂടമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹം അവശേഷിക്കുന്ന തന്റെ ഓഹരികൾ കൈമാറി NDTV ഉപേക്ഷിക്കുന്നു. അങ്ങനെ NDTV ഉപേക്ഷിച്ച ശേഷം 7ാമത്തെ വർഷം CBI ഡൽഹി ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. 7 വർഷത്തെ ഞങ്ങളുടെ അന്വേഷണം കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി, പ്രണോയ് റോയ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. NDTVയുടെ ഭാഗത്ത് നിന്ന് ശിക്ഷിക്കപ്പെടേണ്ട യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കോടതിയിൽ അവർ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കേസ് നിർത്തുന്നു. പ്രണോയ് റോയ് ചോദിക്കുന്നു, ഞാൻ 7 വർഷം എന്നെ വേട്ടയാടിയവരെന്തിനു വേണ്ടിയാണ്? ഈ വേട്ടയാടലിന്റെ പരിണത ഫലമായിട്ട് ഞാൻ ഉപേക്ഷിച്ച എന്റെ സ്ഥാപനം എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെ ചെറുവിരലരക്കാനുള്ള ഒരു തന്റെ ഇടം കാണിച്ച ഒരു സ്ഥാപനം ഇനി തിരിച്ച് നമ്മുടെ മാധ്യമ ഭ്രമണപഥത്തിലേക്ക്
മടങ്ങി വരുമോ? ഇല്ല. എങ്ങനെയാണ് നമ്മുടെ മാധ്യമലോകം നിയന്ത്രിക്കപ്പെടുന്നത്? ഒരു വഴിക്ക് സാമൂഹ്യ മാധ്യമങ്ങളെ ബിഗ് ടെക് കമ്പനികൾ എങ്ങനെയാണ് ദുരുപയോഗിക്കുന്നത് എന്നതിന്റെ മറുവശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണം. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നോർവേ സന്ദർശിച്ചിരുന്നു. നോർവേ സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചു, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നോർവേയിലാണ് നിങ്ങൾ വന്നത്, 157-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാവകാശം ഞങ്ങൾക്കുണ്ടാകുമോ എന്ന് നോർവേയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു ചോദിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ചോദ്യമുയർന്നതോടെ ആ വേദിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടുന്നു. നോക്കുക, ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല് കേരളത്തിലെ നിരവധി മാധ്യമ പ്രവർത്തകര് നമ്മുടെ ആരെങ്കിലും ഒരാള് പത്രപ്രവർത്തകരോട് സമ്മതിക്കുന്നില്ലാതെങ്കിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പത്രക്കാരുടെ ചോദ്യങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ബുധനാഴ്ച തോറും മന്ത്രിസഭാ യോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് ഞങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്നില്ല? ഈ ഒരു പത്രപ്രവർത്തകനും ഡൽഹിയിൽ പോയി, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന്റെ സഹപ്രവർത്തകർ ഡൽഹിയിൽ എത്തിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് 12 വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തില്ല എന്ന് ആരും ചോദിക്കില്ല. നോക്കുക, പുറമേക്കുള്ള നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇന്ത്യ എന്ന് പറയുന്നത് മദർ ഓഫ് ഡെമോക്രസി എന്നാ പറയുക. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പോഴും സംസാരിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. എപ്പോഴും ഏത് വേദിയിലും ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 12 വർഷമായിട്ട് ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല. ഞാൻ ഡൽഹിയിൽ ദീർഘകാലം മാധ്യമ പ്രവർത്തകനായിരുന്നു. പ്രധാനമന്ത്രിമാരുടെ കൂടെ വിദേശത്ത് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു വേദിയിൽ പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ പത്രപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, സംവാദങ്ങൾ എങ്ങനെയാണ് കരുപ്പിടിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണ തരാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നു. ഇപ്പൊ സങ്കല്പിക്കുക, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിനോട് യാത്ര ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 20-25 പേരുടെ ഒരു മാധ്യമ സംഘത്തെ അദ്ദേഹം തിരഞ്ഞെടുക്കും. അതിൽ പല ഭാഷകളുണ്ടാവും. അവരൊന്നും ഗവൺമെന്റിനോട് അനുഭവമുള്ളവരായിരിക്കില്ല. ദേശീയ മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങൾ, ഇങ്ങനൊരു കണക്കിലാണ്. ടെലിവിഷൻ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ, ഇങ്ങനൊരു കണക്കിൽ ഒരു 25-30 പേരെ അദ്ദേഹം ക്ഷണിക്കും. അവർ പ്രധാനമന്ത്രിയോടൊപ്പം, പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ പണ്ട് എയർ ഇന്ത്യയുടെ ഡബിൾ ഡെക്കർ വിമാനത്തിലാണ് പോകുന്നതെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആ ഫ്ലോറിൽ തന്നെയായിരിക്കും മാധ്യമപ്രവർത്തകർക്കുള്ള സ്ഥാനം. ഇനി പ്രധാനമന്ത്രി വിദേശത്തേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് പ്രധാനമന്ത്രിയെ അകമ്പടി സേവിക്കാത്ത ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കാം. ഒരു റൗണ്ട്, നികേഷെ, ഒരു റൗണ്ട്. നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അപ്പം മാധ്യമപ്രവർത്തകരെല്ലാം വന്ന് ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയെ യാത്ര അയക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വിമാനത്തിൽ കയറി വിമാനം പുറപ്പെട്ടു കഴിയുമ്പോൾ ഓൺ എയർ യാത്രാ മധ്യേ അദ്ദേഹത്തോടൊപ്പം വരുന്ന ആ മാധ്യമ സംഘവുമായിട്ട് അദ്ദേഹം സംവദിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയും. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തിന്റെ തലവൻ അല്ലെങ്കിൽ സർക്കാരിന്റെ തലവൻ അവരുമായിട്ടൊരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. ഇപ്പൊ 3 ആയി. ആ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുപക്ഷത്തുള്ള മാധ്യമ പ്രവർത്തകർ അണിനിരക്കും. ഇരുപക്ഷത്തുള്ള നേതൃത്വത്തോട് അവർക്ക് സംവദിക്കാം. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചു വരുമ്പോൾ മടക്കത്തിൽ വിമാനത്തിന്റെ ഉള്ളിൽ വെച്ച് അകമ്പടി സേവിക്കുന്ന മാധ്യമ പ്രവർത്തകരുമായി വീണ്ടും സംവദിക്കും.
1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പത്രസമ്മേളനം നീണ്ടിട്ടുണ്ട്. അപ്പൊ എത്രയായി? 1, 2, 3, 4. തിരിച്ച് പ്രധാനമന്ത്രി ഡൽഹിയിൽ വിമാനം ഇറങ്ങുമ്പോൾ ഈ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. എത്രയാടോ നൈമേ? ഇത് കണക്കൂട്ടി നോക്കുമ്പോ നോക്കട്ടെ, 5. നോക്കുക, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ 5 തവണ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും. 1 വിദേശ നാട്ടിൽ, 2 വായുവിൽ, 2 നിലത്ത്. ആ 5 സംവാദത്തിലൂടെ ഏത് രാജ്യത്തേക്കാണോ പോയത് ആ രാജ്യവുമായിട്ടുള്ള കരാറുകളുടെ വിശദാംശങ്ങളെല്ലാം, സന്ദേഹങ്ങൾ, സംശയങ്ങളെല്ലാം അവിടെ അനാവരണം ചെയ്യപ്പെടും. എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന ശേഷം ഈ ഒരു കീഴ്വഴക്കം വേണ്ട എന്ന് വെച്ചു. അവിടെ വരുന്നത് എന്താണ്? ഈ 5 സുതാര്യമായ മാധ്യമ സംഭാഷണങ്ങൾ നിലച്ചു. നോക്കുക, എന്തിനാണ് നരേന്ദ്രമോദി നോർവേയിൽ പോയത്? നോർവേയുടെ സോവറിൻ ഫണ്ടിൽ അദാനിക്കുണ്ടായിരുന്ന വിലക്ക് മാറ്റാൻ വേണ്ടിയാണോ? സോവറിൻ ഫണ്ട്, അതായത് നോർവേയുടെ പെൻഷൻ ഫണ്ട്, അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നേരത്തെ കേസിൽപ്പെട്ട അദാനിയുടെ കമ്പനിയെ കരിമ്പട്ടികയിൽ നോർവേയുടെ സോവറിൻ ഫണ്ട് പെടുത്തിയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ യാത്രാ ദൗത്യം എന്ന് പറയുന്നത് കേവലം ഉഭയകക്ഷി ബന്ധത്തിന് വേണ്ടി മാത്രമാണോ? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതിയുടെ വിലക്ക് നീക്കാൻ വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യം ഇതുവരെ ഉയർന്നിട്ടില്ല, ഉയരാൻ പറ്റില്ല. ഉയർത്താനുള്ള ഒരു സാവകാശം ഇന്ത്യൻ മാധ്യമങ്ങൾക്കോ മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഇല്ലാതെ പോയി. നോക്കുക, എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന വിസ്തൃതമായ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് പരിപൂർണമായി നിലയ്ക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നത് നിങ്ങൾക്ക് ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ ഏക ഭൂമിക എന്ന് പറയുന്നത് കേരളമാണ്. ഏവരെ കുറിച്ചും വിളിച്ചു പറയാന്ന് പറഞ്ഞാല് ചിലരെ കുറിച്ച് ഒന്നും വിളിച്ചു പറയില്ല, ചിലരെ കുറിച്ച് മാത്രമേ വിളിച്ചു പറയുള്ളൂ. അത് പോട്ടെ, എന്തായാലും പോട്ടെ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇവർ ദുരുപയോഗിക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അവർ ദുരുപയോഗിച്ചാൽ പോലും അങ്ങനൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്നുള്ളത്. അതായത് ഈ സ്വാതന്ത്ര്യം പരിപൂർണമായും അസ്തമിച്ച മറ്റ് ഇടങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം അമിത സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി ഏകമാനമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് മുമ്പോട്ട് പോയിക്കോട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇന്നത്തെ ഈ മാധ്യമ പരിസരത്ത് ഒരു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാൻ കഴിയും? ഇപ്പൊ കാലിക കേരളത്തിന്റെ യാഥാർത്ഥ്യം, ഇപ്പൊ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി, അദ്ദേഹം എന്തോട് തികച്ചും 1 മാസമായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ഞാനിപ്പം ഇന്ത്യ വിട്ട് ഞാൻ കേരളത്തിലേക്ക് ഒന്ന് വരിക, വിരോധമില്ലല്ലോ? ഉണ്ടാ ഇല്ല. അപ്പോ സതീശനോട് ഒരു ചോദ്യം, വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഇപ്പൊ സതീശനോട് ചോദ്യം ചോദിക്കുകയുള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വേട്ടയാണ്. പോട്ടെ, നിങ്ങൾക്ക് അദാനിയുമായിട്ട് ബന്ധമുണ്ടോ? നിങ്ങൾ എന്തിനാണ് പ്രത്യേക വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയത്? അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയാണ്, അതൊക്കെ എന്റെ വ്യക്തിപരമായ താല്പര്യം. ഞാൻ ആരുടെ ബന്ധുവിനെ കാണാൻ പോയത്? ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ നിലമ്പൂർ പോകാത്ത മൂപ്പറാണ് ആര്യാടന്റെ വകയിലുള്ള ഏതോ ഒരു ബന്ധുവിനെ കാണാൻ പ്രത്യേക വിമാനമെടുത്ത് മംഗലാപുരത്തേക്ക് പോയത്. അല്പം സെൻസുള്ള മാധ്യമ പ്രവർത്തകർ ചോദിക്കട്ടെ, ഏത് ബന്ധു ജീവിച്ചിരിക്കുമ്പോൾ ആര്യാടനെ കാണാൻ
നിലമ്പൂര് വരാത്ത VD സതീശൻ ആര്യാടന്റെ വകയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഏതോ ഒരു ബന്ധുവിനെ സാങ്കല്പികമായിട്ട് കാണാൻ വേണ്ടി മംഗലാപുരത്ത് പോയി എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര വരണ്ടേ? 2, നിങ്ങൾ കണ്ട ആര്യാടന്റെ ബന്ധു ആരാണ്? അദ്ദേഹത്തിന്റെ ഒരു പേരില്ലേ? അദ്ദേഹത്തിന്റെ ഒരു വിലാസമില്ലേ? ആ ബന്ധുവിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്താ കാരണം? പൊതുപ്രവർത്തകർ സുതാര്യമായിരിക്കണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്ത് അടിയന്തരമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്? ഇപ്പൊ കോൺഗ്രസ്സുകാർ എപ്പോഴും നമ്മളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ എത്ര ധൃതി എന്തിനാണെന്ന്. എന്താണ് ഇങ്ങനെ ഈ കേരളയിലൊക്കെ കയറി പോകാനുള്ള ധൃതി എന്തിനാ ഞങ്ങൾ കാണിക്കണേ? അതിലൂടെ മാവേലി എക്സ്പ്രസ് എന്തൊക്കെയുണ്ടോ വണ്ടി, രാജകോല അങ്ങോട്ട് കാസർഗോഡ് മംഗലാപുരത്തേക്ക് എന്തൊക്കെയുണ്ട്? ഏതൊക്കെ വണ്ടിയുണ്ട്? മംഗലാപുരം ഏതാണ്? പരശുരാമ്, മാവേലി, പിന്നെ ഏതൊക്കെയാണ്? എത്ര തീവണ്ടി കൊണ്ടോ ദികേഷേ, നമ്മളെ കയ്യിൽ കയറി പോകുന്നല്ലേ? അത് പറ്റാതെ ഈ ആര്യാടന്റെ ബന്ധു ഒരു വല്ലാത്തൊരു സാധനം കേട്ടാ. എന്താ കാരണം വെച്ചാല് തീവണ്ടിയിലൊന്നും പോയാൽ ആര്യാടന്റെ ബന്ധു കാണില്ല. മൂപ്പറെ സ്പെഷ്യൽ എയർക്രാഫ്റ്റിൽ പോകുന്നു. അവിടെ വീണ്ടും ക്വസ്റ്റ്യൻ വന്നു. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, പ്രതിപക്ഷ നേതാവാണ്, കേരളത്തിന്റെ ശമ്പളം പറ്റുന്ന ആളാണ്. പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അദ്ദേഹത്തിന്റെ ക്രയവിക്രയങ്ങളിൽ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം ചെലവിടുന്ന 1 രൂപ എവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ആ ചാർട്ടേഡ് വിമാനത്തിന്റെ പണം ആരാണ് കൊടുത്തത്? ആരുടെ പൈസക്കാണ് അദ്ദേഹം പോയത്? ആരാണ് ബില്ല് കൊടുത്തത്? ചോദിക്കണ്ടോ നികേഷെ? ചോദിച്ചു. ആരും ചോദിച്ചില്ല. നോക്കുക, ഒരു പത്രസമ്മേളനത്തിൽ നിർണായകമായി ചോദിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പക്ഷപാതിത്വം. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. വീണയുമായി ബന്ധപ്പെട്ടൊരു കേസ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിനനുസരിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നു. അതിന്റെ ശരിയും തെറ്റും, നിയമപരമായ പാളിച്ചയോ അതിന്റെ ശരിയോ ഒക്കെ സ്വാഭാവികമായിട്ടും ഇനി അന്വേഷണത്തിലും കോടതിയിലും തീർപ്പേൽപ്പിക്കട്ടെ, നമുക്കൊരു തകരാറുമില്ല. പക്ഷേ 3 നിയമങ്ങൾ ലംഘിച്ച 2 വ്യക്തികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. 80GGB ഇൻകം ടാക്സ്, അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയ പാർട്ടിയോ ഒരു കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് സംബന്ധിച്ചുള്ള ഇൻകം ടാക്സിന്റെ നിയമം 80GGB. 2 RPA ആക്ട്, ജനപ്രാതിനിധ്യ നിയമം. അത് പ്രകാരം നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയ സംഭാവന സ്വീകരിച്ചാൽ 29 പ്രകാരം 24C എന്ന് പറയുന്ന ഒരു ഫോറത്തിൽ ആരുടെ അടുത്തുനിന്ന് എത്ര രൂപ കൈപ്പറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കണം. ഇപ്പൊ ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ MP പാർട്ടിക്ക് എല്ലാ മാസവും സംഭാവന ചെയ്യും. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ലെവി കൊടുക്കണം. ആ ലെവി കൃത്യമായി 24C രേഖപ്പെടുത്തിയിട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കണം. 3 കമ്പനീസ് ആക്ട് 1953 ഏത് കമ്പനിക്ക് എങ്ങനെ ഡൊണേഷൻ കൊടുക്കാം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി നഷ്ടത്തിലാണ് കൊടുക്കാൻ കഴിയില്ല. ഡയറക്ടർ ബോർഡിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പൊളിറ്റിക്കൽ ഡൊണേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി RBIയുടെ വേറെ ചട്ടമുണ്ട്, 20,000 രൂപയുടെ മുകളിൽ ക്യാഷ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അത് മാറ്റിവെക്ക്. ഈ 3 നിയമങ്ങളും ഞങ്ങൾ ലംഘിച്ച് 15-20 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന 2 മന്ത്രിമാർ ഇന്ന് കേരളത്തിലുണ്ട്. എത്രയോ 10 മടങ്ങ് കുറ്റകരമായ ഒരു കൃത്യം അനുഷ്ഠിച്ച 2 മന്ത്രിമാർ ഇന്ന് നമ്മുടെ മുമ്പിൽ. അവർ സമ്മതിച്ചുകൊണ്ടാ പറഞ്ഞാട്ടെ. സമ്മതിക്കാത്ത വ്യക്തികൾ ഈ മന്ത്രിസഭയിലുണ്ട്, ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരുണ്ട്.
അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല. അത് എനിക്ക് ശേഷം സംസാരിക്കാൻ വരുന്ന നികേഷ് കുമാർ സംസാരിക്കും. ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നുള്ളു. അയാൾ സമ്മതിക്കാത്തത് കൊണ്ട്, പുറത്ത് പറയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ സമ്മതിച്ച രണ്ടുപേരുണ്ട്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ്, ഇൻകം ടാക്സ് ഒരു നോട്ടീസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് SFIO എങ്കിൽ ഒരു നോട്ടീസ് SFIO ഈ രണ്ടുപേർക്ക് കൊടുത്തു. ഈ രണ്ടുപേരും നടത്തിയ നിയമലംഘനത്തെക്കുറിച്ച് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യത്തിനപ്പുറത്ത് 1.5 ചോദ്യം ചോദിക്കാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടോ? നോക്കുക എങ്ങനെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തനം കറകളഞ്ഞ ഇടതുപക്ഷ വിരുദ്ധ പ്രവർത്തനമായിട്ട് ഭവിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഒന്നും കൂടി പറയാം. എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ചതിൽ ഇല്ലേ? ഇല്ലോടും പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ, നോമിനേഷൻ സമർപ്പിക്കാൻ വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ ആരൊക്കെ വന്നോളൂ? സാനു മകൻ മാത്രമല്ല, കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, റോബർട്ട് വധേര. നീ കണ്ടില്ലേ ആളെ? നിനക്കെന്താ റോബർട്ട് വധേരയോട് ഒരു ചെറിയൊരു ഉണ്ടാ? റോബർട്ട് വധേര, 24 വയസ്സുള്ള റെയ്ഹാൻ രഹേജ. 24 വയസ്സെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയാ? 25 വയസ്സായ മൂപ്പർക്ക് മത്സരിക്കാം. അപ്പൊ ഇനി വയനാടിന്റെ അനന്തരാവകാശി ആരാന്നുള്ള ഒരു തർക്കം നിങ്ങൾക്ക് ഉണ്ടാകണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 170 കോടി രൂപ DLF-മായി ചേർന്ന് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു വധേര. കണക്കാണ്, കണക്ക്. ഗുഡ്ഗാവിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ഊരാൻ വേണ്ടി 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് സംഭാവന ചെയ്യുന്നു. ലോകത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എതിർ പാർട്ടിക്ക് ഇലക്ട്രൽ ഫണ്ട് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. നോക്കുക, ഇവര് 3 പേര് സന്നിഹിതരായി. 3 പേര് മാത്രമല്ല, സോണിയാഗാന്ധിയും വന്നു തോന്നുന്നല്ലേ? ഇവരെല്ലാം വന്നു. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ റോബർട്ട് വധേരയുടെ മുഖത്തേക്ക് ക്യാമറയൊന്ന് കാണിച്ചിട്ട് ഈ വിദ്വാൻ 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്തിനാണ് 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് എന്ന് ചോദിച്ചു? ചോദ്യങ്ങളില്ല, ഉപചോദ്യങ്ങളില്ല. അപ്പോൾ അത്രത്തോളം ഇടതുപക്ഷ വിരുദ്ധമായ ഒരു മാധ്യമ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിസന്ധിയെ മുറിച്ചു കിടക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, വെറുക്കാം, പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കുന്ന ഒരു വ്യവസായമാണ് മാധ്യമങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയെ സ്വാഭാവികമായിട്ടും കുറേം കൂടി സർഗാത്മകമായി കണ്ടുകൊണ്ട് അതിന്റെ ലഭ്യമായിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് ഇതുപോലുള്ള ഒരു സെമിനാർ വേദിയാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് ഉപോത്ബലകമായിട്ടുള്ള സമൃദ്ധമായ ചർച്ചകളും സംവാദങ്ങളും ഇവിടെ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.